ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ പഴയ കുറേ വീഡിയോസിനകത്തും അതുപോലെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഒക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. പഴയ വീഡിയോസിൻ്റെ കമൻസ് ആയിട്ടൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്ര ക്ലാസ്സിലാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പൂനെയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന പേരൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പൂനെയിൽ എവിടെയാണ്, ഇവിടെ അവർക്കൊന്നും പരിചയമില്ല, ഇപ്പം ന്യൂ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അത് പിന്നെ സ്കൂൾ എങ്ങനെയാണ്, അതിന് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇപ്പോൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മിക്ക സ്കൂളുകളിലും ഇടയ്ക്കൊന്ന് അഡ്മിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. അവിടെ എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. അവർ ഹോളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. പിമ്പിൾ സൗദാഗർ എന്ന സ്ഥലത്താണ് ആ സ്കൂളുള്ളത്. അപ്പം ഞാൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ സ്കൂളിൻ്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അഡ്മിഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ ഓഫീസിൽ നിന്ന് പറയുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ സ്കൂളുമായിട്ട് 10 വർഷത്തെ ഒരു ബന്ധമുണ്ട്. കാരണം മോളിപ്പം 10ലാണ്, 9th എക്സാം കഴിഞ്ഞു, 10th കയറി, അവർക്ക് ക്ലാസ് നടക്കുകയാണ്. ഇപ്പം 10th ക്ലാസ് തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 11 വർഷത്തെ ഇത് പറയാം. ആ സ്കൂളുമായിട്ടുള്ള പരിചയം 11 വർഷത്തെ പരിചയം ഉണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പിന്നെ മോനാണെന്നെങ്കിൽ 4th കഴിഞ്ഞു 5th സ്കൂളിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്കൂളാണ്. സ്കൂള് അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മുടെ അടുത്ത് പേരൻസിനോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓഫീസിൽ ചെല്ലാം. അവിടെ സ്റ്റാഫിനോട് സംസാരിക്കാം, ടീച്ചേഴ്സിനോട് സംസാരിക്കാനുള്ള സമയമുണ്ട്. അവർ പറയുന്ന സമയത്ത് വേണം ചെല്ലാൻ, അല്ലാതെ ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയും, നമ്മുടെ അടുത്ത് പറയും എപ്പോഴാണ് വരേണ്ടത്, എപ്പോൾ വേണമെങ്കിലും വന്ന് ടീച്ചേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാം. അതുപോലെ ഈ സ്റ്റഡിയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സാറ്റർഡേ ക്ലാസ് വെക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരുപാട് സ്കൂളുകളിലൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളിനെ പറ്റിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പുറത്തെ വാവയാണ് കേട്ടോ അവൻ വന്നത്. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയ്ക്കൊന്ന് റെഡി ആവണം പുറത്ത് പോകാനായിട്ട്. അപ്പോൾ എന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ട് റെഡി ആവാൻ പോയിട്ട് ഇപ്പോൾ വരും. അപ്പോൾ സ്കൂളിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, എല്ലാ ടീച്ചേഴ്സും സാറ്റർഡേ വരും, നമുക്ക് പോയി അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ സ്റ്റാഫുമായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ സംസാരിക്കാൻ പറ്റും. പ്രത്യേക ടൈമിംഗ് ഉണ്ട് അതിനുള്ളത്. കാരണം അവിടെ പിള്ളേരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യത്തിനും അവിടുത്തെ മേഡം സമ്മതിക്കില്ല. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് അതിനുള്ള ടൈം നമുക്ക് പേരൻസിനുള്ളത്. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം. പൂനെയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ സ്കൂളിൻ്റെ ഫോൺ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കോൾ ചെയ്താൽ മതി. ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. നഴ്സറി തൊട്ട് 10th വരെയുള്ള സ്കൂൾ ക്ലാസ്സുകൾക്ക് അഡ്മിഷൻ ചാലു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി ബദ്രി ചേട്ടൻ ഡ്രോയിങ് ഒക്കെ കുറേ വരച്ചിട്ടുണ്ട്, ബദ്രി. അപ്പോൾ ബദ്രിയുടെ ഡ്രോയിങ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ അവനൊരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന്. പിന്നെ ഇവിടെ അവരെ വീട്ടിൽ മറാഠിയാണ് ഇവൻ്റെ മമ്മിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഇവനോട് സംസാരിക്കുന്നത് മലയാളത്തിലാണ്. കാരണം എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളത്തിൽ വേണം സംസാരിക്കാൻ, കുട്ടിക്ക് ഒരു ലാംഗ്വേജ് കൂടെ മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ബാബയുടെ പേര് യജ്ഞേഷ് എന്നാണ്, പക്ഷെ ഞാൻ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ, ഇത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ അല്ലേ ബാബേ? ഉണ്ണിക്കുട്ടനല്ലേ ഇത്? ഉണ്ണിക്കുട്ടനല്ലേ ഉണ്ണിബാബേ? ഉണ്ണിബാബ എല്ലായിടത്തും പറ ആൻറ്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയടാ ഉണ്ണിക്കുട്ട. ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട. അപ്പോൾ ബദ്രിമോൻ്റെയും ഇഷയുടെയൊക്കെ ഡ്രോയിങ് ഞാൻ കാണിക്കാം. ഇഷ സ്കൂളിൽ പോയേക്കുവാണ്. അവൾ വന്നിട്ട് അവൾ വരച്ച ഡ്രോയിങ് ഒക്കെ കാണിക്കാം. കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവളെ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും വരച്ച ഡ്രോയിങ്സ് ഒക്കെ കാണിക്കാം. ബദ്രിക്കാണെങ്കിൽ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഏത് സമയവും വരപ്പും സ്കേറ്റിങ്ങും സൈക്ലിങ്ങും ഒക്കെയാണ്. പിന്നെ ഇഷയ്ക്ക് ക്ലാസ് നടക്കുന്നത് കൊണ്ട് ഇപ്പം ഈ മാസം നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. മെയ് മാസം നമ്മൾ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വരുന്നുണ്ട്. അതും ക്യാൻസലാക്കാൻ വരുന്നതാണ്. പക്ഷേ അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ട് ഒരാഴ്ചയെങ്കിലും വന്നിട്ട് പോകാനായിട്ട്. അപ്പോൾ മെയ് മാസം നമ്മൾ നാട്ടിൽ വരുന്നുണ്ട്. ഉണ്ണിക്കുട്ട സൈക്കിൾ ഓട്ടാൻ പോവാണ്. ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടോ ഉണ്ണിക്കുട്ടോ. അപ്പോൾ ഇവനെ മിക്കവാറും ഞാൻ മലയാളം പഠിപ്പിക്കും, അവൻ എന്നെ മറാഠിയും പഠിപ്പിക്കും. അല്ലേ മോനെ? അല്ലേടാ? ഞാൻ ഒരുപാട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രോയിങ് മാത്രം കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇത് ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫെക്റ്റ് ആയ ഡ്രോയിങ്.
ഇതാണ് മോനെ ആദ്യം വരച്ചെന്ന് പറഞ്ഞു. ആദ്യം വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ വെക്കേഷനിൽ ഞാൻ ചെയ്തതായിരുന്നു. കൊള്ളാം. അതിന്റെ ബാക്കിൽ ആരെയൊക്കെ അറിയാന്ന് നോക്കാം. ഇത് മോഹൻലാൽ അങ്കിളാ. മോഹൻലാൽ അങ്കിളാണോ? ഇതെന്റെ ആദ്യത്തെ സൈന്. എനിക്ക് പോലും അറിയില്ല ഞാൻ ഇതിനെങ്ങനെ ചെയ്തത്. സൈന് മോഹൻലാൽ. ഇത് ഹണ്ടർ ഞാൻ ഉണ്ടാക്കിയ. സ്കൂളിൽ നിന്നായിരുന്നു ഞാൻ ഉണ്ടാക്കിയ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് കൊച്ചിലത്തെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺസ് ക്യാരക്ടേഴ്സാണ്. പോക്കിബോളോ? പോക്കിബോൾ. എനിക്ക് പേര് ഓർമ്മയില്ല, ഇത്ര നാളായിട്ട് എന്ത് പറഞ്ഞു കാണാറ് ചില സമയത്തേ ഉള്ളൂ, പക്ഷെ പേര് ഇപ്പോഴും അറിയില്ല. ഇതൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണോ? ഇതായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട. ഞാൻ വിചാരിച്ച ഇഷ്ടപ്പെട്ടുള്ളത് ലാസ്റ്റിലിടാം, അപ്പോൾ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് വെച്ചേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട. ഇതും ഈ രണ്ടെണ്ണം മാത്രം വെറുതെ ഉണ്ടാക്കിയ, ബാക്കിയെല്ലാം അറിയില്ല. ഇവിടെയുള്ള ആരുടെ ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് ഉണ്ടാക്കിയ ഇതായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഇത് സെക്കൻഡ് പെയിൻറ്റിങ്. പിന്നെ പിന്നെ സമയമില്ലായിരുന്നു, ഇപ്പം എവിടെ പോകാനായിരുന്നു. പക്ഷെ ഞാൻ ടൈം പാസ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കി. ഒരുപാട് കളർ മിക്സ് ചെയ്ത്, വൈറ്റ്, പിങ്ക്, പർപ്പിൾ എല്ലാം മിക്സ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ശരി, ഡിഫറെൻ്റ് ആയി ഇരിക്കുന്നത്. ഒരേപോലത്തെ 2 ടൈപ്പ്. പിന്നെ ഇതിൻ്റെ 3. ഇനി എനിക്കറിയില്ല, ഞാൻ വീഡിയോ കാണിച്ചില്ല. അവർ ഗ്രീൻ സ്കൈ കാണിച്ചേക്കുന്നു ഡെസർട്ടിന്. പിന്നെ എൻ്റെ കളേഴ്സ് തീരാറായി, അപ്പോൾ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തു. എന്തൊക്കെയാ തീർന്നോ? തീർന്നു. നീ എൻ്റെ ഡ്രോയിങ് ബുക്ക് ചെയ്തു. പെയിൻറ്റിങ് ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്കെച്ചിൻ്റെ ബുക്ക്, ഡ്രോയിങ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാരാന്ന് അറിയാവോ? ഇത് ഞാൻ ഉണ്ടാക്കിയ ജെറി ഞാൻ ഉണ്ടാക്കിയ ഗാന്ധിജി ഈഗൽ ഷെമുഖാൻ. ഇത് അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു. എനിക്കിത് ഫ്ലവർ ഉണ്ടാക്കാൻ ഇത്ര പാടായിരുന്നു, പക്ഷെ അമ്മ ഹെൽപ്പ് ചെയ്തു. ഇത് കൈ ഉണ്ടാക്കാൻ എന്തിനാ പാടായിരുന്നു, പക്ഷെ ഒരു ട്രെയിൻ മാത്രം കിട്ടി. ലെപ്പർഡ് ഉണ്ടാക്കി. പിന്നെ കയ്യിൽ മാങ്ങ എന്ന് എല്ലാവരും പറയുന്നു, ഹാർട്ടായിരുന്നു മാങ്ങ. ഇതെൻ്റെ ആദ്യത്തെ ഷെയ്ഡിങ് ഡ്രോയിങ്. ഫസ്റ്റ് ഡ്രോയിങ് അല്ല, ഷെയ്ഡിങ് ഡ്രോയിങ് ആദ്യത്തെ. എനിക്കിഷ്ടമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് പേര്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് നേരം എടുക്കുന്ന ഡ്രോയിങ് ആയിരുന്നു. ഇതായിരുന്നു എനിക്ക് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി. പക്ഷെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്. മൗണ്ടൻ ഉണ്ടാക്കി. സെൻറ്റർ ക്ലാസ് ദീദി ഇതുണ്ടാക്കി, ഞാനും ഉണ്ടാക്കി. 2030. ഇത് 2023. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്കും ഇഷ്ടപ്പെട്ട ഹോളുള്ള. ഇത് ഉൾഫ് കണ്ണൊരു 3 ലീഫിൽ വെള്ളമുള്ള സിമ്പിൾ ഡ്രോയിങ് ഉണ്ടാക്കുന്നു ചിലത്. ഇത് ഇതിലൂടെ കിട്ടുന്നില്ല, സിമ്പിൾ ഡ്രോയിങ്ങേ ഉള്ളായിരുന്നു. വെറുതെ ഉണ്ടാക്കിയുള്ള എനിക്ക് വെറുതെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇത് വെറുതെ ഉണ്ടാക്കിയ ഹാഫ് ഉണ്ടാക്കി. ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കി. ഒരാളിവിടെ നിൽക്കുക, കാണാൻ ഇനി പറ്റുന്നില്ല. എല്ലാവർക്കും അറിയാം, ഉറപ്പായിട്ടും അറിയാം എല്ലാവർക്കും. പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സാധനം എന്തുവാന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കി. ഉണ്ടാക്കാൻ എൻ്റെ ഫേവറേറ്റ്. കാർട്ടൂൺ നോക്കി ഉണ്ടാക്കിയാണ് അല്ല, ഇത് യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ്. ഒരുപാട് ഹാർഡായിരുന്നു. ഐ ലവ് മോം ആൻഡ് ഡാഡ്. തീർന്നോ? ഇനി മോനി ലാസ്റ്റ് ഉണ്ടാക്കിയല്ലോ മോനി. ഇപ്പം ഇന്ന് വരട്ടെ. അത് കംപ്ലീറ്റ് ആയോ? അത് ഇച്ചിരി കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നില്ല. കാണിക്ക് നോക്കട്ടെ. ഇത് ഇന്നലെ ചെയ്തതല്ലേ? ഇതല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത്. ഇച്ചിരി കൂടുതലായി പോയി. ശരി, നിന്റെ ടേൺ ആയിട്ടുണ്ട്. എടുക്കട്ടെ നമ്മൾ. പെണ്ണ് ഇതേപോലെ മുടിപ്പിന് തിന്നാൽ മതി. എനിക്ക് ഓരോന്ന് കാണട്ടെ പറയുന്നു.
ഇതൊക്കെ നീ എവിടെ നോക്കി വരയ്ക്കുന്നേ? മൊബൈലിൽ നോക്കി ആൾക്കാർ വേറെ വേണ്ടി വരച്ചിരിക്കുന്നു. കൊള്ളാം. തീർന്നോ? ഈ ബുക്കിന്റെ തീർന്നു. നമ്മളെല്ലാം പകുതി വായിക്കത്തുള്ളൂ ഒരു ബുക്കിനകത്ത്. അടിപൊളി, സൂപ്പർ. ഇത് നമ്മളുടെ മന്ദില ആർട്ട്. മന്ദല ആർട്ടോ? മന്ദല അങ്ങനെയാണോ അവന് പറയുന്നത്? മന്ദല ആർട്ട്. കൂട്ടുകാരി. മേരി ക്രിസ്മസ്. എല്ലാ ക്രിസ്മസിനും ഒരു സാന്റാക്ലോസിനെ വരയ്ക്കും. ഇത്തവണത്തെ സാന്റാക്ലോസിനെ അല്ലെങ്കിൽ 2023 സാന്റാക്ലോസ് സ്ലിം ആയി പോയി. ആനിമി പോയ കണ്ണുകൾ. വേറെയും കണ്ണുണ്ടല്ലോ. അത് ഏതൊരു പേപ്പറിനകത്താണ്ടാ ബുക്കിനകത്ത്. പലതരം കണ്ണ്. പൂക്കൾ. മന്ദലാർട്ട്. മന്ദലാർട്ട്. കൊള്ളാം. മന്ദലാർട്ട്. ഇതിനെ കാര്യം നല്ലോണം ചെയ്ത് മന്ദലാർട്ട് 9. നീന്റെ ക്ലോക്കാണോ അത്? ഇതിന്റെ ബെഡ്റൂമിൽ സെയിം മന്ദലാർട്ടാ. ബെഡ്റൂം നിറച്ച് ഞാൻ മന്ദലാക്കി വെച്ചേക്കുക. രക്ഷാബന്ധം ഇത് കഴിഞ്ഞു. ഗിറ്റാറിന്റെ മന്ദലാർട്ട്. അത് കൊള്ളാം. ഗിറ്റാറിന്റെ. നമുക്ക് അടുത്തത് ചൂടക്കപ്പ്. ആരുടെ കൈ? അമ്മയും ഞാനും. ഇത് ഞാൻ ഇതെൻ്റെ അമ്മ. മദേഴ്സ് ഡേയിൽ അത് വരച്ചതാ എൻ്റെ അമ്മ. മുടി. മുടിയാണല്ലോ, വെറൈറ്റി മുടികളാണല്ലോ. ഇതേപോലെ അമ്മ പിന്നെ തരണം എനിക്ക് ഇനി. ഡേറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? 2023 ഉണ്ടോ ഉറങ്ങിയിരിക്കുന്ന പെണ്ണ്. ഇതിലേക്ക് അപ്പോൾ ആനിമേറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഉള്ള ആൾക്കാർ. ഉപ്പ് കണ്ടോ? അത് ഞാനാട്ടോ. വീണ്ടും ഒരു മുടി. ഇതിന്റെ ഫേവറേറ്റ് മുടി. വേണ്ടേ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പെണ്ണുകൾ. കഴിക്കാൻ പോകുന്ന രണ്ട് പെണ്ണുകൾ. കാലിഗ്രാഫി പഠിക്കത്തില്ലേ? ഓരോരോ ലെറ്റർ അടിച്ചിരിക്കും. അത് പീകോക്ക്. ഇത് മന്ദലയാണോ? അതും മന്ദലയാണ്. ഡോൾഫിൻ കളിക്കുന്നു. ഞാൻ കുഞ്ഞിനെ വരച്ചത്. സാന്റാക്ലോസ്. ഇത് ലാസ്റ്റ് 2023 വരാണ്ട് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. സാന്റാക്ലോസ് കൊള്ളാം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓയിൽ പേസ്റ്റ്. നാട്ടിൽ നിന്നല്ല. ഓയിൽ പേസ്റ്റോ? ഓയിൽ പേസ്റ്റ് വെച്ച് വരച്ചേ. എനിക്ക് മുളകൊന്നും അടുത്തത് പൂക്കൾ. തിരിച്ചു വെച്ചോ? തിരിച്ചു വെച്ചാണ്. ഞാനോട് തിരിച്ചിരിക്കുന്നു. സെയിം ആയിരുന്നു ഡയറക്ഷൻ. എനിക്ക് തോന്നിയ പെയിന്റിങ് ആണ്. നോക്കട്ടെ അടുത്ത്. ഇത് വേരടിക്കുന്നത് എനിക്ക് ട്രൈ ചെയ്തതാ കേട്ടോ. പക്ഷെ വേരടിക്കുന്നില്ല. നിൽക്ക് ചടിക്കാതെ പോയി. അത് തിരിച്ചു വെച്ചേക്കുന്നു. അല്ല, അത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ആ പേര് തിരിഞ്ഞു പോയതേ ഉള്ളൂ. അടുത്തത് പോയി. ഇതാണ് ഇനി വേണോ? എന്റെ ഫേവറേറ്റ് ആയത്. ഇനിയുണ്ട്. ഏതാ നമ്മളുടെ എക്സാമിന്? ഇത് എക്സാമിന് വേണ്ടി അല്ലേ? ഇന്റർമീഡിയറ്റിന്റെ ആണോ? ഇത് ഇന്റർമീഡിയറ്റിന്റെ. അടുത്തത് ഇത് ബക്കറ്റ്. സ്പെഷ്യാലിറ്റി. എലിമെന്ററിയുടെ സെയിം തന്നെ ആയിരുന്നു. എലിമെന്ററിയുടെ ഇതൊക്കെ തന്നെ. പ്രാക്ടീസ് ചെയ്യാനേ ഉണ്ട്. ഇതുണ്ട്. ഇങ്ങോട്ട് നീക്കുവേ. മനസ്സിലാക്കിയത് കുഞ്ഞിലെ വരച്ച പെയിന്റിങ്. ബെദ്രിയുടെ വയസ്സിൽ വരച്ച പെയിന്റിങ്. 10 വയസ്സിലോ? 10 വയസ്സിൽ. ഞാൻ 11 പെയിന്റ് വരച്ചില്ല. ഇതിങ്ങനെയാ ചെയ്ത് പഠിച്ചത്? ഇതിന്റെ ഫസ്റ്റ് പെയിന്റിങ്. പിന്നെ പെയിന്റിങ് ഇനി വര. എനിക്ക് നമ്മളൊരു ബുക്ക് കാണിച്ചോ? ഒരു ബുക്ക് കാണിച്ചില്ല. ബാ നമുക്ക് ഇനി അകത്തോട്ട് പോവാം. നമ്മളൊന്നും മറന്നു പോയി. അത് ഞാൻ മറന്നു. കണ്ടോ? 7th വെച്ച് 7th അല്ലേ ഇത് വരച്ച ചിത്രങ്ങൾ. ചിത്രകഥ. സീനറി. ലവ്. ഞാൻ 5 എന്തായാലും വരച്ച്. സൺഫ്ലവർ. ഇതും എനിക്ക് ഇപ്പുറത്ത് നോക്കട്ടെ. കഴിഞ്ഞു. സ്കെച്ചിന്റെ ബാക്കിയെല്ലാം ചെയ്തതായിരുന്നു. കരയുവാണോ? എൻ്റെ കമ്മലെല്ലാം വലിച്ചു വെച്ച് ഞാൻ കമ്മലൊക്കെ ഊരി വെച്ച്
മുടി വലിച്ചു വെച്ചെന്ന് നമ്മുടെ മാലയിലഞ്ഞി അങ്കാരി ചെക്കണ ഉറക്കം വരുന്നതിന്റെ സിഗ്നലാട്ടോ ഞങ്ങൾ മൂളുന്ന. അവൻ തന്നെ പാട്ടുപാടി അവൻ തന്നെ ഉറങ്ങിക്കോളും. അവൻ പാട്ടുപാടും അവൻ തന്നെ ഉറങ്ങും അല്ലേ മോനെ? ഉണ്ണിക്കുട്ടോ ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. ബദ്രിയെ ഭയങ്കര ഇഷ്ടമാണ്. ബദ്രിയെ കാണുമ്പോഴേ ചിരി തുടങ്ങും. ഇപ്പൊ ബദ്രിയെ വിളിച്ചുണർത്തുന്നത് ഇവനാ. രാവിലെ വന്ന് ബദ്രി ഉറങ്ങി കിടക്കുമായിരിക്കും, ഇവൻ വന്ന് ഉണർത്തും. നോക്കി. അപ്പൊ ഞങ്ങളുടെ ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.